യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിസ്മയനീയമായ കിരീടമാണ് ജപമാല. അതിവിശിഷ്ടമായ പ്രാർത്ഥനയാണ് ജപമാല. നിത്യജീവൻ പ്രാപിക്കുവോളം സഹായകമാണ് ജപമാല. ലയോ 13 മാർപ്പാപ്പയുടെ വാക്കുകൾ. വിശ്വാസികളുടെ ജീവിതത്തിന് ഇത്ര ബലമേകുന്ന തുണയും സങ്കേതവും സാന്ത്വനവുമായി മാറുന്ന മറ്റേതിടമുണ്ട്? അമ്മ നമ്മളോട് പറയുകയാണ്, ഇതൊരു കിരീടം. സ്വർഗം മനോഹരമായിട്ട് വാക്കുകൾക്കപ്പുറം ജീവിതം കൊണ്ട് അലങ്കരിച്ച സ്വർഗത്തിൻ്റെ കയ്യൊപ്പുള്ള, സ്വർഗത്തിൻ്റെ വർണ്ണച്ചാലിപ്പുള്ള കിരീടമാണ്. അതിവിശിഷ്ടമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ പ്രാർത്ഥനയെന്നോ ആത്മീയതയുടെ നിറകുടമെന്നോ ഒക്കെ വിളിക്കത്തക്ക വിധം ഒരു വ്യക്തിയുടെ ജീവിതത്തെ അടപടലമൊന്ന് നവീകരിക്കാൻ വേണ്ടി, സർവാംഗമൊന്ന് പുതുതാക്കാൻ സഹായകമാകുന്ന വിശിഷ്ട പ്രാർത്ഥനയാണ്. നിത്യജീവനോളം നമ്മളെ എത്തിക്കാൻ ഇത്രയ്ക്ക് സഹായിക്കുന്ന മറ്റേതു പ്രാർത്ഥനയുണ്ട്? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉടനീളം സഹായകമാകുമെന്ന് സഭയുടെ ആത്മീയ പിതാക്കന്മാരുടെ ഹൃദയത്തിൽ അനുഭവിച്ച ആ ഒരു ആത്മനിറവാണ് ഈ വാക്കിലൊക്കെ ഒളിച്ചു വച്ചിരിക്കുന്നത്. ഞാനും പല ജീവിതങ്ങളെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ജീവിതം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം അമ്മയോടുള്ള ആത്മബന്ധവും, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയുമൊക്കെ ജീവിതത്തെ തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട്, നഷ്ടങ്ങളെ ഒന്ന് കൃപയോടുകൂടിയിട്ട് നികത്താൻ വേണ്ടിയിട്ട്, കുറവും പരാജയവുമെന്ന് കണ്ട ഇടങ്ങളിലൊക്കെ വലിയ ദൈവിക പ്രഭയുണ്ടാകാൻ സഹായകമായ ഒരുപിടി ഓർമ്മകൾ. പ്രിയപ്പെട്ടവരെ, നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ലയോ 13 മാർപ്പാപ്പയ്ക്കൊപ്പം നമുക്കും പറയാം, എൻ്റെ ജീവിതത്തിൽ നിത്യജീവനോളം എത്താൻ സഹായിക്കുന്ന അതിവിശിഷ്ടമായ പ്രാർത്ഥന, ഒരു സ്വർണ്ണ കിരീടമായി മാറുന്ന പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയാവട്ടെ. ഈ പ്രാർത്ഥനയെ സ്നേഹിക്കാം. ഈ ആത്മീയ വഴിയെ നമുക്കും ജീവിക്കാം. നമുക്കും നിത്യജീവൻ്റെ അവകാശികളാകാൻ കൊതിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. കുറവ് കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ജപമാല സ്നേഹത്തിൻ്റെ നേർസാക്ഷ്യങ്ങളാകാൻ തക്ക വിധം വാക്കും ചിന്തയും പ്രവൃത്തിയും നിലപാടുകൾ മുഴുവനും മാറ്റട്ടെ. ഈ കിരീടത്തെ അനുഗ്രഹത്തോടെ അണിയാൻ, ഈ പ്രാർത്ഥനയെ ഹൃദയത്തിൽ സ്നേഹത്തോടെ സൂക്ഷിക്കാൻ, നിത്യജീവനോളം അതിനെ കരുതാൻ കൃപ നൽകണേ. അമ്മേ, മക്കൾക്കായി പ്രാർത്ഥിക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.